എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര തിരുവനന്തപുരം മ്യൂസിയത്തിനകത്തുള്ള അക്വേറിയവും അവിടുത്തെ നാച്ചുറൽ ഹിസ്റ്റോറിക്കൽ മ്യൂസിയവും പിന്നെ അവിടുത്തെ നേപ്പിയർ മ്യൂസിയത്തിൻ്റെയും കാഴ്ചകളാണ്. ആരും മിസ് ചെയ്യാതെ തന്നെ കാണണേ. കുഞ്ഞുങ്ങളുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നാച്ചുറൽ ഹിസ്റ്റോറിക്കൽ മ്യൂസിയത്തിനകത്തുണ്ട്. എല്ലാം ഈ വീഡിയോയിലുണ്ട്. ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. 30 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. 30 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താൽ കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയ നല്ല കാഴ്ചകളും അവർക്ക് പഠനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. വരുമ്പോൾ തന്നെ ഒരു ഭീമൻ എല്ല് കാണാം. തിമിംഗലത്തിൻ്റെ എല്ലാണ്. വരുമ്പോൾ തന്നെ ഒരുപാട് ആനിമൽസിൻ്റെ സ്കെൽറ്റൻസ് ഒക്കെ അവരിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന ആനയുടേതാണ്. വിവിധ തരം ആനിമൽസിൻ്റെയും അതുപോലെ തന്നെ മനുഷ്യൻ്റെയും കുരങ്ങൻ്റെയും ബേഡ്സിൻ്റെ എല്ലാ സ്കെൽറ്റൻസും ഇവിടെ കാണാൻ കഴിയും. പഠനാവശ്യങ്ങൾക്കായിട്ടുള്ള, അതായത് കുട്ടികളുടെ യാത്രയ്ക്കൊക്കെ ഈ ഒരു മ്യൂസിയം നല്ലതായിരിക്കും. ഓരോ കാഴ്ചകളും ഡീറ്റെയിലായി അടുത്ത് തന്നെ കണ്ട് മനസ്സിലാക്കാനും ഇവിടെ നിന്ന് കഴിയും. ഒന്നൊക്കെ ബേഡ്സിൻ്റെയാണ്. പിന്നെ നേരത്തെ കണ്ടതുപോലെ ഇത് എലിഫൻറ്റിൻ്റെ, പിന്നെ ഇതും മനുഷ്യൻ്റെയും കുരങ്ങൻ്റെയും ആ ഒരു കാലഘട്ടം തമ്മിൽ യോജിപ്പിക്കുന്ന സ്കെൽറ്റൻസാണ് അവരിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് വരുമ്പോൾ ബേഡ്സിൻ്റെ ഒരു സെക്ഷൻ കാണാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ ഒറിജിനൽ ബേഡ്സിൻ്റെ സ്കിന്നും അതിൻ്റെ ഫെതേഴ്സൊക്കെ എടുത്തിട്ട് അവരതിനെ റീജനറേറ്റ് ചെയ്ത് ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നതാണ്. 500-ലധികം ബേഡ്സിനെ അവരിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലൊരു ഗ്ലാസ്സിൽ ഒറിജിനൽ ഫെതേഴ്സും അതിൻ്റെ ആ സ്കിന്നും എല്ലാം ഒറിജിനൽ, അതിനെ റീജനറേറ്റ് ചെയ്ത് ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ബേഡ്സിനെ കുറിച്ച് പഠിക്കുന്നവർക്കും അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്കും ഇവിടെ വന്നാൽ അതിനെ അടുത്ത് കാണാനും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കാനും കഴിയും ഇവിടെ വന്നാൽ. ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും പല പല രാജ്യങ്ങളിലുമുള്ള ബേഡ്സിനെ അവരിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് തന്നെ കണ്ടില്ലേ, നല്ല ഭംഗിയാണിത് തന്നെ കാണാൻ. അടുത്ത് ഓരോ ബേഡ്സിനെ നമുക്ക് അടുത്ത് തന്നെ ഇവിടെ കാണാൻ കഴിയും.
ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് നേരെ മേളിലോട്ട് വരുമ്പോൾ അവിടെയും കുറേ കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ആനിമൽസിൻ്റെ ഓരോ ഘടനകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ സ്പെക്കും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ആനിമൽസിൻ്റെ ഒന്നും ഒറിജിനൽ സ്കിന്നല്ല, പക്ഷേ ആ ഒരു റിയാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിക്ക് അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്കിന്നൊന്നും ഒറിജിനൽ അല്ല. ആ ഒരു എക്കോസിസ്റ്റം നമുക്ക് അടുത്ത് കാണാൻ തന്നെ അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ വൈൽഡ് ലൈഫിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് നേരെ വരുന്നത് നമ്മുടെ ഈ ട്രഡീഷണൽ, നമ്മുടെ കേരളത്തിലേക്ക് ട്രഡീഷണൽ കൾച്ചറൽ ആ ഒരു മിനിയേച്ചർ ഒരു മേക്കിങ്ങിലേക്കാണ് കാണാൻ പോകുന്നത്. പല പല ആർട്ട് ഫോംസും ഓരോ കൾച്ചറിലുള്ള ഡ്രസ്സിങ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ട്രക്ചേഴ്സൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പഴയകാല വീടിൻ്റെയും ആ ഓരോ ബിൽഡിങ്സിൻ്റെയും സെക്ഷൻസും നാട്ടിലെ ഓരോ കൾച്ചറലായിട്ടുള്ള ആക്ടിവിറ്റീസും ഓരോ മിനിയേച്ചറിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ സെക്ഷൻസൊക്കെ ഒന്ന് കണ്ടുവരുമ്പോൾ നമ്മുടെ മത്സ്യങ്ങളുടെ ഒരു സെക്ഷൻ വരും. ഈ കാണുന്നതെല്ലാം ഒറിജിനലാണ് കേട്ടോ. ഈ ഒറിജിനൽ മത്സ്യങ്ങളെ മരുന്നിലൊക്കെ വെച്ചിട്ട് അതിനെ നമുക്ക് കടലിലെ ഓരോ മത്സ്യങ്ങളും, കടലിലെ എന്നല്ല എല്ലാ നമ്മുടെ കായലിലെയും കോമൺ ആയിട്ട് കാണുന്ന എല്ലാ ഫിഷസിൻ്റെയും ആ ഒരു ഡിസ്പ്ലേ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പലതരം വെറൈറ്റീസുള്ള. അത് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ആ ഒരു സെക്ഷനിൽ തന്നെ ഇതേപോലെ സ്കെൽറ്റൻസും ഓരോ മൃഗത്തിൻ്റെ കൊമ്പുകളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത് നിന്ന് തന്നെ കാണാം. അത് ജസ്റ്റ് ഒരു കമ്പിയുടെ ഒരു ഗ്യാപ്പേ ഉള്ളൂ. പിന്നെ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ദിനോസേഴ്സ്, അവരുടെ പല പല കാലഘട്ടങ്ങളിലെ ഓരോ സെക്ഷൻസ് ഇതേപോലെ മിനിയേച്ചറിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ മത്സ്യങ്ങളുടെയും അതിൻ്റെയൊക്കെ സ്കെൽറ്റൻസും അതിൻ്റെ ഓരോ പാർട്സിനെയൊക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഓരോ സ്കെൽറ്റൻസ്, ആ മുള്ളം പന്നി, അതൊക്കെ ഒറിജിനലാണ്. അവർ മരുന്നിലൊക്കെ ചെയ്തിട്ട് റിയലായിട്ട് വച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ കിങ് കോബ്ര. ചെയ്ത് വെച്ചിരിക്കുന്നതല്ല, ഒറിജിനലാണ്. എല്ലാ ജീവജാലങ്ങളുടെയും സ്കെൽറ്റൻസും അതിൻ്റേതായ ഡീറ്റെയിൽസും എല്ലാം ഇവിടെ വന്നാൽ തന്നെ കാണാൻ പറ്റും. പിന്നെ ഈ മരുന്നിട്ട ബോട്ടിലിൽ തവളകളും പാമ്പും അങ്ങനെയുള്ള ആ ഒരു സെക്ഷൻസാണ് അടുത്ത് കാണുന്നത്.
പിന്നെ അത് കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ട്രഡീഷണലായിട്ട് വന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പണ്ടത്തെ കാലത്തെ ഓരോ എക്യുപ്മെൻസും അവരുപയോഗിച്ചിരുന്ന കാര്യങ്ങളും എല്ലാം ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഈ റോക്ക്, അതായത് കല്ലുകളെ കുറിച്ച് പഠിക്കുന്നവർക്ക് അതിനു വേണ്ടി പ്രത്യേക ഒരു സെക്ഷനുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോക്സ്, അതിനെ പറ്റിയുള്ള ഡെഫിനീഷൻസ്, ഓരോ സെഗ്മെൻറ്റിലെ പല പല റോക്സ്, അതിനെല്ലാം ഇവരിങ്ങനെ ഇത് കാണുന്ന പോലെ സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ പേരും ഏതൊക്കെ ടൈപ്പാണ് എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ മ്യൂസിയത്തിൻ്റെ കോമ്പൗണ്ട് തന്നെ ചിൽഡ്രൻസ് പാർക്കും നമ്മുടെ മെയിൻ സൂവും എല്ലാം ഈ ഒരു ഏരിയയിൽ തന്നെയാണ്. ഇവിടെ വന്ന സൂവും ഈ നാച്ചുറൽ ഹിസ്റ്റോറിക്കൽ മ്യൂസിയവും എല്ലാം തന്നെ കയറി കാണാൻ കഴിയും. ഇതാണ് തിരുവനന്തപുരം മ്യൂസിയത്തിനകത്തുള്ള അക്വേറിയം. 20 രൂപ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഈ അക്വേറിയം ഫുൾ കയറി കാണാൻ കഴിയും. നല്ല മനോഹരമായ മത്സ്യങ്ങളെയും വിവിധ തരം മത്സ്യങ്ങളെയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കും അതേപോലെ ഫാമിലിയായി കാണാൻ വരുന്നവർക്കും നല്ലൊരു കാഴ്ചയായിരിക്കും ഇവിടുത്തെ മത്സ്യങ്ങൾ.
ഇതാണ് ഇവിടുത്തെ നേപ്പിയർ മ്യൂസിയം. ഇവിടെ 30 രൂപ ടിക്കറ്റ് എടുത്താൽ നമുക്കിതിനകത്ത് കയറി കാണാൻ കഴിയും. ഫോട്ടോ എടുക്കാൻ പറ്റും, പക്ഷേ വീഡിയോ എടുക്കാൻ കഴിയാത്തതിനാൽ കുറച്ച് വീഡിയോസേ എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഫോട്ടോസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമയോടെ കാണുക. തിരുവനന്തപുരം സൂവിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം, എല്ലാവരും കയറി കാണണേ. നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരം ജില്ലയിലെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ഈ മ്യൂസിയം കേരളത്തിലെ ഏറ്റവും പഴയ ചരിത്ര സ്മാരകങ്ങളിലൊന്നായി കാണപ്പെടുന്നു. 1855 തിരുവനന്തപുരത്ത് ആദ്യ മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് 1874 ബ്രിട്ടീഷ് ഗവർണർ ആയിരുന്ന ലോർഡ് നേപ്പിയറിൻ്റെ പേരിലാണ് ഈ മ്യൂസിയം നിർമ്മിക്കപ്പെട്ടത്. അതിനാലാണ് ഇതിന് നേപ്പിയർ മ്യൂസിയം എന്ന് പേര് വന്നത്. ഇവിടെയുള്ള പ്രധാന ആകർഷണങ്ങളെന്ന് പറയുന്നത് പഴയ ബ്രോൺസ് പ്രതിമകൾ, ആയുധങ്ങൾ, അങ്ങനെ രാജവംശത്തിൽപ്പെട്ട വിവിധ തരമായ പഴയ വസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അക്വേറിയത്തിൻ്റെയും നാച്ചുറൽ ഹിസ്റ്റോറിക്കൽ മ്യൂസിയത്തിൻ്റെയും നേപ്പിയർ മ്യൂസിയത്തിൻ്റെയും എൻട്രൻസ് ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെയാണ്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ അവധിയാണ്. തിരുവനന്തപുരം സൂവിൻ്റെ അകത്തെ കാഴ്ചകളും അടങ്ങിയ ഒരു വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം, എല്ലാവരും മറക്കാതെ കാണുക.